ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി കിഴക്കമ്പലം ടൗണിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന 5.5 സെൻറ്റിൽ 2700 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും ഗ്ലാഡിംഗ് ടൈലുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 5 മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് കട്ടുവെച്ച റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും തൃപ്പൂണിത്തുറയിലേക്ക് 12 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. മനോഹരമായ ചുറ്റുമതിലും നമുക്ക് കാണാം. അവിടെയും ഗ്ലാഡിംഗ് ടൈലുകളും LED ലൈറ്റുകളും എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു ഭാഗങ്ങളെല്ലാം കവർ ചെയ്തിരിക്കുന്നത്. 17 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഫ്രണ്ടിലെ ഗേറ്റ് നമുക്ക് കാണാം. ഗേറ്റ് തുറന്ന് ഇനി നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് കവേഡോടുകൂടി വരുന്ന ഒരു കാർ പോർച്ചിലേക്കാണ്. ഈ കടപ്പകല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. 3 വണ്ടിയോളം പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം നാച്ചുറൽ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. ഈ ഭാഗത്തായി ഒരു വാട്ടർ ഫൗണ്ടനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലേക്കെല്ലാം നമുക്കൊന്ന് പോയി നോക്കാം. ഡൈനിങ് ഹാളിൽ നിന്ന് ഇറങ്ങാവുന്ന ഒരു കോർട്ട്യാർഡിൻ്റെ സ്പേസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയായി ഗ്യാസ് സിലിണ്ടർ വയ്ക്കാവുന്ന ഒരു പ്രൊവിഷനും കാണാം. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് തിരിച്ചു വരാം. വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിങ്ങിനായി സൊമാനി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് തേക്കും ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോറ് തുറന്ന് നേരെ കയറി വരുന്നത് വിശാലമായൊരു ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമായ ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു ഭിത്തിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഡബിൾ ഹൈറ്റോട് കൂടി തന്നെയാണ് ഈ ഒരു ലിവിംഗ് ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റ് കാണാം. ഫ്ലോറിങ്ങിനായി കജാരിയ ബ്രാൻഡിൻ്റെ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രിസിറ്റിക്കായി 3 ഫേസ് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. വയറുകളെല്ലാം വീഗാർഡും സ്വിച്ചുകളെല്ലാം ലെഗ്രാൻഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിനോട് ചേർന്നുള്ള ഒരു ഫാമിലി ലിവിങ്ങിലേക്ക് പ്രവേശിക്കാം. ഇത് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ലിവിങ് ഏരിയയാണ്. ഇവിടെ ഈ മനോഹരമായ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് വരാം. ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ഹാൾ വരുന്നത്. വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ ലഭ്യമാണ്. ഇവിടെ നിന്നുമാണ് നമ്മൾ കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഇറങ്ങുക. അവിടെയും ഗാർഡനും ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ആൻറ്റിക് ഡിസൈൻ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ് കൗണ്ടർ ഏരിയയിലേക്ക് പോകാം. ഇവിടെയാണ് വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. ഒരു മോഡേൺ സ്റ്റൈലിലുള്ള വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് കാണാം. ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടർ ഏരിയ തന്നെയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായി ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി ക്യാമറയ്ക്കുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. മനോഹരമായ എലഗന്റ് ഡിസൈനോടുകൂടി വരുന്ന കിച്ചൺ ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയായി ഒരു സൈഡ് ഫ്രിഡ്ജ് വയ്ക്കാവുന്ന പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കാണാം. ഇനി നമുക്ക് പുറത്തായി അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയക്കുള്ളൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയാണ് വർക്ക് ഏരിയക്കുള്ള സ്പേസ് വരുന്നത്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂം ഏകദേശം 130ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള കബോർഡ് വർക്കുകൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാഗോറാണ് ഇവിടെ ബാത്റൂം ഫിറ്റിംഗ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത്.
വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയ എല്ലാം സെപ്പറേറ്റ് തിരിച്ച് തന്നെയാണ് നിർമ്മാണം. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരിക. ഇത് ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ബേ വിൻഡോ മോഡലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള വിൻഡോയും നമുക്കിവിടെ കാണാം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. എല്ലാ ബാത്റൂമിലും കൺസീൽഡോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെല്ലാം ജാഗൂറിൽ തന്നെയാണ് ഉപയോഗം. മനോഹരമായ ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന സ്റ്റെയർ കേസ് ഇവിടെ കാണാം. ടഫൻ ഗ്ലാസും ടീക്ക് വുഡുമാണ് അവിടെ ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് ഈ കാണുന്ന ലിവിങ് ഏരിയ. ഒരു ഓഫീസ് സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പിയാനോ സെൻ്റർ ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ട്യൂഷൻ ക്ലാസ് എടുക്കാവുന്ന ഒരു സ്പേസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ രണ്ട് സൈഡിലും ടഫൻ ഗ്ലാസ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം. വിശാലമായൊരു ഹോളാണ് ഇവിടെ ലഭ്യമാവുക. ഇവിടെയായി ഒരു സ്റ്റഡി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ളൊരു ഹോളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാത്റൂമും ബാൽക്കണി ഏരിയയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭ്യമാവുക. ഇവിടെ നിന്നും താഴത്തെ ഫാമിലി ലിവിങ്ങിലേക്ക് നമുക്ക് കാണാവുന്ന ഒരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. അവിടെയായി ഷാൻഡിയർ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. താഴെയാണ് ലിവിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതേ ബേ വിൻഡോ എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഇവിടെയും ലഭ്യമാവുക. മനോഹരമായ ഒരു ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വീടിൻ്റെ അവസാനത്തേതും 4ാമത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ആ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതും താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിന് വലിപ്പമുള്ളൊരു ബാത്റൂമും ലഭ്യമാണ്. ഇവിടെ നിന്നും ഇനി നമുക്ക് പോവേണ്ടത് ബാൽക്കണി ഏരിയയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ ടൗണിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്തും ബസ് സ്റ്റോപ്പിൽ നിന്നും ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന 5.5 സെൻറ്റിൽ 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,25,00,000 രൂപയാണ്. അത് സ്ലൈഡ്ലി നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.